സീരിയലിനകത്ത് സർക്കാരിന്റെ പെൻഷൻ കിട്ടിയോണ്ട് ജീവിക്കുകയാണെന്ന് പറയുക. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് എന്താ കേരളത്തിൽ നടക്കുന്നത്? സീരിയലിനകത്ത് പറയുക കുടുംബശ്രീയിൽ നിന്ന് സഹായം കിട്ടിയോണ്ടാണ്, സർക്കാർ സഹായിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ സാധനം വാങ്ങിക്കുന്നതെന്ന് പറയുക. പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല, സീരിയലായാലും സിനിമയായാലും കഥകളായാലും നോവലുകളായാലും സാഹിത്യങ്ങളായാലും ഓരോ കാലഘട്ടത്തെ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ അതിലൊക്കെയും വരും. സമകാലീനമായി നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് സ്വാഭാവികമാണ്. ഇതിലിത്ര രോഷാകുലനാകേണ്ട കാര്യമില്ല. സീരിയലുകളിൽ പെൻഷൻ വാങ്ങിക്കുന്നത് പറയുന്നു, സീരിയലുകളിൽ കുടുംബശ്രീയിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. അത് ഈ ഗവൺമെന്റ് ചെയ്യുന്നത് കൊണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ ക്ഷുഭിതനായി പ്രതികരിക്കുന്നത്. ക്ഷോഭിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കൂടി കണ്ടു നോക്ക്. അല്ല, സ്കൂൾ കുട്ടികൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാ ഇപ്പൊ? പിന്നെ ഇപ്പൊ സ്കൂളിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. അതായത് 3D മോഡലിംഗ്, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്, ഹൈടെക് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് സിലബസ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കറക്റ്റ് സമയത്തൊന്നും ബുക്ക് കിട്ടിയിട്ടേ ഇല്ല. ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും വർക്ക് ബുക്ക് ആണെങ്കിലും ചിലപ്പം ക്ലാസ് തുടങ്ങി ഒരു ടൈമൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മുടെ കയ്യിലേക്ക് ഇത് കിട്ടുന്നത്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് കിട്ടും, പിന്നെ കുറച്ച് പേർക്ക് കിട്ടില്ല. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പം അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുട്ടികളുടെ കൈകളിലേക്ക് പുസ്തകങ്ങൾ കിട്ടി തുടങ്ങി. അതൊക്കെ ഭയങ്കര വലിയ മാറ്റങ്ങളാണ്. ഒരു 1,00,000-ഓളം സ്കൂളുകളിൽ ഹൈടെക് ക്ലാസ് റൂമുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെന്റ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോഴ് സൈബർ സുരക്ഷ അവയർനെസ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അത് 4 ലക്ഷത്തോളം അമ്മമാർക്ക് അതിന്റെ ഒരു അവയർനെസ് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. അപ്പം അവർക്ക് ആ ഒരു അവയർനെസ് കൊടുക്കുമ്പോൾ അവർക്ക് കുട്ടികളെ വേണ്ട ഒരു കാര്യം. അതെ, അതുകൊണ്ട് കുട്ടികളെ നേർവഴിക്ക് നടത്താനുള്ള ഒരു പരിശീലനം കൂടിയാണ്. പേരൻസിനും ആ ഒരു അവയർനെസ് ആവശ്യമാണല്ലോ. അപ്പം ശരിക്കും ഗവൺമെന്റ് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ്. അതെ, അത് മാത്രമല്ല ഇപ്പൊ ഒരു കണക്ക് നോക്കുമ്പോഴേക്കും 5000 കോടി രൂപയുടെ വികസനങ്ങളാണ് സർക്കാർ സ്കൂളുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ ഒരു 2640 കോടി രൂപയുടെ കെട്ടിടങ്ങൾ വരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു 500 സംതിങ് കെട്ടിടങ്ങളുടെ പണി ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ അത്രയും വികസനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഷാനിക്ക് ഇപ്പൊ ഡിജിറ്റൽ വേൾഡ് ആണല്ലോ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഇപ്പൊ എനിക്ക് 6000 എബവ് സ്കൂളുകളിൽ തന്നെ ഒരു 4 lakhs എബവ് ഡിജിറ്റൽ ഉപകരണങ്ങളാണ് സ്കൂളുകളിലേക്ക് തന്നെ കൊടുക്കുന്നത്. അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ലേ സ്കൂളിലൊക്കെ? കേരളത്തിലെ സ്കൂളുകളെ കുറിച്ച് പറയുന്നത് കേൾക്കൂ. കഴിഞ്ഞ കാലങ്ങളിൽ സ്കൂളിൽ പഠിച്ചവരും ഇപ്പോൾ പഠിക്കുന്നവരും പറയുന്നത് ശ്രദ്ധിക്കുക. 2 കാലയളവിലെ വ്യത്യാസങ്ങൾ. ആ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നത് LDF ഗവൺമെന്റ് ആണ്. അത് രാഷ്ട്രീയമൊന്നും നോക്കാതെ ഇവിടെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനത്തെക്കുറിച്ച് അവർ പ്രതിപാദിക്കുകയാണ്. ഇതൊക്കെ കലയിലും രാഷ്ട്രീയത്തിലും ഇതുപോലുള്ള വേദികളിലൊക്കെ പറയും. അതിൽ നമ്മൾ അസന്തുഷ്ടി പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. നടക്കാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ പറഞ്ഞത്. എല്ലാം ഈ സംസ്ഥാനത്തെ LDF ഗവൺമെന്റിന്റെ കാലത്ത് നടത്തിയ കാര്യങ്ങളല്ലേ പറഞ്ഞത്. സമാധാനിക്ക്.